ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ രോഹിത് ശർമ്മയുടെ ICC ഏകദിന റാങ്കിങ്ങിലെ മുന്നേറ്റം ക്രിക്കറ്റ് ലോകത്തെ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഏകദിന റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലാണ്. ഇന്ത്യൻ യുവതാരം ശുഭ്മാൻ ഗില്ലാണ് നിലവിൽ 1ാം സ്ഥാനത്ത്. 756 റേറ്റിംഗ് പോയിന്റോടെയാണ് രോഹിത് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. വെറും 28 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ ഗില്ലിന്റെ തൊട്ടു പിന്നിൽ രോഹിത് നിൽക്കുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ ഈ മുന്നേറ്റം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല. വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയ്ക്ക് ശേഷമാണ് ICC പുതിയ റാങ്കിംഗ് പുറത്തുവിട്ടത്. ഈ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പാകിസ്ഥാൻ നായകൻ ബാബർ അസം പരാജയപ്പെട്ടിരുന്നു. അതുവരെ 2ാമതായിരുന്ന ബാബർ അസമിനെ പിന്തള്ളിയാണ് രോഹിത് ഈ നേട്ടം സ്വന്തമാക്കിയത്. നിലവിൽ 751 പോയിന്റോടെ ബാബർ അസം 3ാം സ്ഥാനത്താണ്. മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി 736 പോയിന്റോടെ 4ാം സ്ഥാനത്തും തുടരുന്നുണ്ട്. ഓരോ മത്സരത്തിലും റൺസ് വാരിക്കൂട്ടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ രോഹിത് ശർമ്മ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സമീപകാലത്ത് ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം കാഴ്ചവെച്ച സ്ഥിരതയാർന്ന പ്രകടനമാണ് ഈ റാങ്കിംഗ് മുന്നേറ്റത്തിന് പ്രധാന കാരണം. പ്രത്യേകിച്ചും ബാബർ അസമിന് സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ രോഹിത് ശർമ്മയുടെ ഓരോ സ്കോറും അദ്ദേഹത്തിന്റെ റേറ്റിംഗ് പോയിന്റുകൾ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹം നേടിയ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും ടീമിന് നിർണായകമായ വിജയം നൽകിയതോടൊപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിഗത റാങ്കിംഗ് ഉയർത്താനും കാരണമായി. അതേസമയം രോഹിത് ശർമ്മയുടെ ഈ നേട്ടം അദ്ദേഹത്തിന്റെ വിരമിക്കൽ വാർത്തകൾക്ക് ഒരു പുതിയ മാനം നൽകുന്നുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം രോഹിത്തും വിരാട് കോഹ്ലിയും ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് രോഹിത് റാങ്കിങ്ങിൽ കുതിച്ചുയർന്നത്. 2025 IPL സീസണിന് ശേഷം ക്രിക്കറ്റിൽ സജീവമാകില്ലെന്ന് രോഹിത് പ്രഖ്യാപിച്ചതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി.